ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ട്. അധികകാലങ്ങളുമായിട്ടില്ല ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ എപ്പോഴും ഫ്ലോപ്പ് ആകുമായിരുന്നു പുട്ട് ഉണ്ടയായിട്ട് കട്ട കെട്ടിയാണ് കിട്ടിയിരുന്നത്. പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചതിന് ശേഷമാണ് അതൊന്ന് ശരിയായിട്ട് കിട്ടി തുടങ്ങിയത്. സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് അപ്പോഴാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഗോതമ്പ് പൊടി മിക്സിയിലിട്ട് അടിച്ച് സോഫ്റ്റായ ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ഷെയർ ചെയ്യുക. പുട്ടിനായി 250 ml 3 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുക്കുക. കൂടാതെ പുട്ടിൻ്റെ ഇടയ്ക്കിടുവാനായി കുറച്ച് ചിരികിയ തേങ്ങയും എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം തളിക്കാം. ആട്ട അഥവാ ഗോതമ്പ് പൊടിയുടെ അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളമാണ് എടുത്തത്. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി പറയാൻ പറ്റില്ല. കുഴിക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി കൈകൊണ്ട് കുഴയ്ക്കുവാൻ തുടങ്ങാം. പൊടി നന്നായി നനയണം, പക്ഷെ കുഴയുവാൻ പാടില്ല. ആ രീതിയിൽ കുഴച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും വെള്ളം എത്തത്തക്ക വേണം ഇളക്കി കുഴയ്ക്കുക. ഈ ഒരു ഉരുട്ടി നോക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ബുദ്ധിമുട്ടില്ലാതെ ഉരുട്ടാൻ സാധിക്കണം, എന്നാൽ പെട്ടെന്ന് പൊടിയുകയും ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പുട്ടിന് കുഴയ്ക്കുന്നത് നിർത്താം. 250 ml കപ്പിൽ 1/4 കപ്പാണ് എനിക്ക് കുഴയ്ക്കാൻ വേണ്ടി വന്നത്. ഈ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ കട്ടയായിട്ടിരിക്കുകയുള്ളൂ. അതിന് മയം കാണുകയില്ല. അതുകൊണ്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിനായി ശരിക്കും ഗ്രൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇതിന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് വിപ്പ് ചെയ്താൽ മതി. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത പുട്ടുപൊടിയാണിത്. ഇപ്പോഴും ചെറിയ കട്ടകൾ കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലായി ചേർത്തത് കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം കൂടി പുട്ടുപൊടി ചേർത്ത് ഒന്നുകൂടി വിപ്പ് ചെയ്യുക. പക്ഷെ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. തരിതരിപ്പായ ഒട്ടും കട്ട കെട്ടാത്ത പൊടി തന്നെ നമുക്ക് കിട്ടി. നീളത്തിലുള്ള പുട്ടുമേക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുക്കറിൽ ഉണ്ടാക്കാമല്ലോ. മലയാളി കൂട്ടുകാർക്കൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈ ചില്ല് പാത്രത്തിനുള്ളിലിട്ട് പുട്ടുപൊടി നിറയ്ക്കാം. ഈ ചില്ലിടാൻ മറന്നുപോയാൽ പുട്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ആ ഒരു ഷേപ്പ് കിട്ടില്ല എന്നേ ഉള്ളൂ. തേങ്ങ ചെറിയതും പുട്ടുപൊടിയും ഇടവിട്ട് ചേർത്ത് പാത്രം നിറയ്ക്കുക. പുട്ടുകുറ്റി നിറഞ്ഞു. ഇനി കുക്ക് ചെയ്യാം. ഒരു തവണ കൂടി ഉണ്ടാക്കുവാനുള്ള പുട്ടുപൊടി ബാക്കിയുണ്ട്. പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് ബോയിൽ ചെയ്യുക. സ്റ്റീം വന്നു തുടങ്ങി. ഇനി പുട്ടുകുറ്റി ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കാം. പുട്ടുകുറ്റിയിൽ നിന്നും ഇതുപോലെ സ്റ്റീം വന്ന് 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ 3 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വയ്ക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. പാത്രത്തിൽ നിന്നും പുട്ട് നമുക്ക് എടുക്കാം. പുട്ടുകുത്തൽ പരിപാടി. പുറകിൽ നിന്നും കുത്തി കൊടുക്കുക. സോഫ്റ്റായ ഗോതമ്പ് പുട്ട് റെഡി. നിറയെ തേങ്ങയൊക്കെ ഇട്ടാൽ കറിയൊന്നും കൂടാതെ തന്നെ ഈ പുട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി, കടലക്കറിയോ പരിപ്പ് കറിയോ എന്ത് കൂട്ടിയും കഴിക്കാം. പഴമായാലും മതിയല്ലോ പുട്ട് കഴിക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക.